വേറെ സീൻ്റെ ഇടയിൽ മമ്മൂക്ക എന്നെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെക്സ് മേനിയാക്ക് എന്നാണ്. പടച്ചോനെ, ഇത് ഈ ക്യാരക്ടറാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് എങ്ങനെ ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ സിനിമ വന്നപ്പോൾ ആ സിനിമയുടെ മൊത്തത്തിൽ എൻ്റെ കുറേ സീൻസ് എടുത്തത് അജയ് വാസുദേവ് ഏട്ടനായിരുന്നു. അന്ന് ഉണ്ണി സാറിന് ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. അജയ് വാസുദേവ് സാറാണ് കൂടുതൽ ആ സീൻസ് എടുത്തതും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അതിനൊരു കറക്റ്റ് റീഡിങ് കിട്ടില്ല. നമ്മൾ ഡയറക്ടർ ഓക്കെ ആവുന്നവരെ നമ്മൾ അഭിനയിക്കുന്നു. പിന്നെ സിനിമ വരുമ്പോൾ സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ അതെങ്ങനെ വരുന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ. മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല വശം തന്നെയാണ്. ഐ മീൻ, അത് ആ മാറ്റം വരുന്നുണ്ട്. ഇപ്പം മാർക്കോ പോലൊരു മൂവി നിസ്സാര കട്ടുകളോടെയാണ്, വളരെ മയങ്ങ കട്ട്സോടെയാണ് ആ മൂവി റിലീസ് ചെയ്യാൻ സമ്മതിച്ചത്. സോ അത് നമുക്ക് മലയാള സിനിമയ്ക്ക് അത് വലിയൊരു മൊമെൻ്റ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ കൺസിഡറേഷൻ ചെറിയ സിനിമകൾക്കും മറ്റു സിനിമകൾക്കും ലഭിക്കണം എന്നുള്ളതാണ്. അവിടെ ഒരു വേർതിരിവ് വരരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. എനിക്ക് എന്നെ ഡയറക്ടറെ വിശ്വാസമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. ഇല്ല അല്ല, അതിന് അഭിനയിക്കുമ്പോഴേ അറിയായിരുന്നു എന്തായാലും. ശരിക്കും എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇതിന്റെ സെൻസർ കാര്യങ്ങൾക്ക് വേണ്ടി മൂവ് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ വയലൻസ് ഏരിയയെ കുറിച്ച് അറിയാം. അപ്പൊ ആ ഏരിയ എ സർട്ടിഫിക്കേഷന് ആയിരിക്കും വിധേയമാവുക എന്നുള്ളൊരു സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി കൂടുതൽ നമ്മൾ ഇതിലേക്ക് കറക്ഷന് വേണ്ടി പോകണ്ട. ആ സിനിമയെ എ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തോട്ടെ എന്ന് കരുതി എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഞാൻ പറയുന്നത്, നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത വെച്ച് എ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെയാണ് ആ സിനിമ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങളൊരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പിന്നീട് മാറ്റി നിർണ്ണയിച്ചതൊന്നുമല്ല. എ സർട്ടിഫിക്കറ്റ് മതി എന്ന് നമ്മൾ തീരുമാനിച്ചെടുത്ത് എ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം കട്ടുകൾ വിധിച്ചു. അത് രണ്ട് തരം രീതി എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. വലിയ സിനിമയാണെങ്കിൽ ആ കാഴ്ചപ്പാട് എല്ലാവർക്കും ഉള്ളത്. അതിപ്പോൾ എ സർട്ടിഫിക്കറ്റിനോട് ചിലപ്പോൾ ആ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തേനെ. പക്ഷേ അല്ലാതെ എ സർട്ടിഫിക്കറ്റ് തന്നു എന്നുള്ളതിനെ കുറിച്ചല്ല. എ സർട്ടിഫിക്കറ്റ് തന്നത് നമ്മൾ അവകാശപ്പെട്ട് നമ്മൾ ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എപ്പോഴും നമുക്ക് കാറ്റിലുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഈ കാറ്റിൽ കേൾക്കുന്നതിൽ OTT സാറ്റലൈറ്റിന് പിന്നെ സെൻസർ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്കിതിന്റെ റിയാലിറ്റി അറിയില്ല. ഞാൻ ഇതൊരു മുമ്പ് എ സർട്ടിഫിക്കറ്റ് സിനിമ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഞാൻ ചെയ്ത് റിലീസ് ചെയ്യാനുള്ള ആഴവന്നെ സിനിമ യു സർട്ടിഫിക്കറ്റ് ആണ്. അത് ഞാൻ അവരോട് മെൻഷൻ ചെയ്തു. അതൊരു ക്ലീൻ യു മൂവിയാണ്. അപ്പോൾ അതൊരു കുട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആഴം. ഞാനൊരു 8 വർഷക്കാലം വെയിറ്റ് ചെയ്തിരുന്ന ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഗ്രാഫ് റിലേറ്റ് ചെയ്ത് അത് ഷൂട്ട് ചെയ്തെടുത്തൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ്. ആ സിനിമയിൽ വൾഗറായിട്ടുള്ള ഒരു വാക്ക് പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ കണ്ടന്റിന്റെ ബേസിസിൽ എടുത്ത ആൾ തന്നെയാണ് ഞാൻ. അതിനുശേഷം ഈ സിനിമയുടെ കണ്ടന്റ് ഇത് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ചിത്രീകരണ രീതി ഉണ്ടാക്കിയത്. അപ്പൊ അത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിനിമയുടെ കണ്ടന്റ് എന്താണോ അതിനെ ക്രിയേറ്റീവ് പാർട്ടിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വരുമ്പോൾ കുറച്ച് വയലൻസ് വേണ്ടി വന്നാൽ അത് വിഷ്വലൈസ് ചെയ്തല്ലേ പറ്റൂ. ആ രീതിക്കാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഇല്ല, അതല്ല ഞാൻ ചോദിച്ചേ. എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ കാഴ്ചപ്പാടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. 18+ ഉള്ള, അതായത് കുഞ്ഞുങ്ങൾ കാണരുത്. കാണുന്നുണ്ട്. അല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനകത്ത് എന്തെങ്കിലും പ്രത്യേക കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതല്ലോ. ഇവിടെ പറഞ്ഞത് ഇതിനകത്തെ പിന്നെ സീൻസ് കട്ട് പറഞ്ഞതിനകത്തുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എ സർട്ടിഫിക്കറ്റ് എന്തോ മോശം സിനിമയാണെന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയില്ല, എ സർട്ടിഫിക്കറ്റ് ഇപ്പൊ മോശമാണെന്നില്ല. പിന്നെ ഈ ചാനലുകളുടെ ഇതിനെക്കുറിച്ച് നമ്മൾ അതിപ്പോ പലതരത്തിൽ പല കാര്യങ്ങളെ കുറിച്ചും നമ്മൾക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളും കാറ്റിൽ പറന്ന് നടക്കുക വേറൊരു രീതിക്കാണ്. അപ്പം ഒരു കാലത്ത് സാറ്റലൈറ്റ് എടുക്കാൻ നമ്മളൊരു 1.25 മണിക്കൂർ സിനിമയാണ് നമ്മുടെ സിനിമയുടെ ദൈർഘ്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ചില വിദഗ്ധരും നമ്മളോട് പറയും 1.25 മണിക്കൂറാണെങ്കിൽ സാറ്റലൈറ്റ് പോലും കേട്ടോ, സിനിമ 1.25 ആക്കരുത്. അത് അവര് എവിടെയോ 2.5 മണിക്കൂറിൽ അവരതിൽ പതിഞ്ഞു കിടക്കുകയാണ് അവരുടെ ഉള്ളിൽ. അതിന് മാറ്റം വരുത്താൻ പറ്റാത്തതിന് അവർ തന്നെ ഉണ്ടാക്കി വിട്ട ചട്ടവട്ടങ്ങളാണ് അതൊക്കെ. അങ്ങനെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഈ ചിട്ടവട്ടങ്ങൾ അവരുടെ അത്തരം ചില സങ്കുചിത മനസ്ഥിതി കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലാതെ ഒരു ബിസിനസ്സിനെ ബാധിക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല, അറിയില്ല. അതെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾക്ക് പോയപ്പോഴാണ് നമ്മളും ഇതിനെ ഈ നീളം കുറവൊരു നല്ല ലക്ഷണമായി കണ്ടു തുടങ്ങിയത്. നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ ലെങ്ത് ചോദിച്ചിട്ട് 2.5 മണിക്കൂർ എന്ന് കേൾക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന ഓഡിയൻസ് നമ്മൾ അവിടെ കാണുമ്പോഴാണ് 1.5 മണിക്കൂർ സിനിമകൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്തോ കുറച്ചിട്ടാണെന്ന് നമ്മളും വിചാരിച്ചത്. കാരണം 3 മണിക്കൂറൊക്കെ ഉള്ള സിനിമകൾ കണ്ട് ശീലിച്ചവരാ നമ്മൾ. അടുത്തതായി കലാശേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംവിധായകന്റെ ഒരു
പരാതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അതൊരു പരിഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ആ പരിഭവം പറഞ്ഞതാണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഹേർട്ടായിട്ടുള്ള ഒരു വിഷയം സെൻസർ ബോർഡ് എന്നതിനെക്കാട്ടിൽ ചിലപ്പോൾ നമുക്കിനി കട്ട് പറയാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കുണ്ട്, പക്ഷേ ഒരു സീൻ ഇന്ന പോലെ ആക്കിയാൽ നന്നായിരിക്കും എന്ന സജഷൻ പറഞ്ഞത് ഒരു ക്രിയേറ്റീവ് പോയിന്റിൽ അദ്ദേഹം ഹേർട്ടാണെന്നാണ് എൻ്റെ സംവിധായകൻ എന്ന നിലയിലും എൻ്റെ സുഹൃത്ത് എന്ന നിലയിലും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് എന്തോ അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷെ ഞാൻ നമ്മൾ IFFKയിൽ കാണിച്ചത് ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ളതല്ലേ അല്ലേ? അപ്പം ഞാൻ IFFKയിലാണ് നമ്മുടെ സിനിമ മറുവശം കണ്ടത്. ഫിലിം മാർക്കറ്റിൽ IFFKയിൽ വെച്ചിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് സിനിമ സന്തോഷമായിട്ടാണ് ഞാൻ കണ്ടത്. അവിടെ കണ്ട ഓഡിയൻസിനൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. എനിക്ക് തോന്നുന്നത് അത് കുഴപ്പമില്ല. നിനക്ക് ഇനിയും സിനിമകൾ ചെയ്യാമല്ലോ. ഇതിനും മേലെയുള്ള പരിപാടികളായിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകണം. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പറയുമെങ്കിലും പലപ്പോഴും ഈ താരമൂല്യത്തിന്റെ പേരിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചായി കുറെ സിനിമകളായി നല്ല നല്ല താരങ്ങളിലൊക്കെ ഒരു പ്രശ്നമില്ല, എന്ത് വേണേലും കാണിക്കാം. എന്നാൽ ചെറിയ പടങ്ങൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയ സിനിമകൾ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേരിന്റെ പേര് മാറ്റുക അല്ലെങ്കിൽ ഇന്ന സീനിന്റെ പേര് മാറ്റുക എന്ന് പറയുന്നത് ഒരു ഇപ്പോഴും അത് സിനിമ ഒരു കലയാണ്, ഒരു കലാരൂപമാണ്, ഒരു സമൂഹത്തിന്റെ അനീതികളെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ കാണിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ. അതുപോലെ ഇങ്ങനെ വേർതിരിവ് കാണിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കച്ചവട മൈൻഡിലോട്ട്. അതിപ്പോ എല്ലായിടത്തും ഇല്ല, നിങ്ങളെയും സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞ് വിളിക്കണില്ലേ, മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്തരം കാറ്റഗറൈസിങ് ഒക്കെ. ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വലുപ്പ ചെറുപ്പങ്ങൾ എവിടെയോ ഉണ്ടാവേണ്ടത് നമ്മുടെ സൊസൈറ്റിയുടെയും കൂടെ ഒരു ഹൈറാർക്കിയാണ്. അല്ല അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ആയിട്ട് കരുതിയാൽ മതി. നമ്മൾ നമ്മുടെ ചെറിയ സിനിമ എന്ന് പറഞ്ഞു തുടങ്ങിയിടത്താണ് എനിക്ക് തോന്നുന്നു കൂടുതൽ വിഷയം. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ബേസിക്കലി അതിൽ വിശ്വസിക്കുന്നു. അനുവിൻ്റെ സിനിമയോട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാനൊരു ചെറിയ സിനിമ അഭിനയിക്കാമെന്ന് പറഞ്ഞല്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു സിനിമ അഭിനയിക്കാൻ വന്നാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് കാണാം. നിങ്ങൾ ഇന്ന് വന്ന പ്രസ് മീറ്റും മലയാളത്തിലേക്ക് 28-ാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നു എന്ന് നമുക്കൊക്കെ അങ്ങ് ചിന്തിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മളെക്കുറിച്ച് ചിലപ്പോൾ വിചാരിച്ചോട്ടെ ചെറുതും വലുതും ഒക്കെ, നമ്മളങ്ങനെ വിചാരിക്കായിരുന്ന പോരെ. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അനു എന്ന് പറയുന്ന സംവിധായകനപ്പുറത്തേക്ക് ഞാൻ കണ്ട ഏറ്റവും നല്ല പ്രേക്ഷകൻ, ഒരുപക്ഷെ ഒരു സിനിമ ആസ്വദിക്കാൻ ഇത്രയും നന്നായി അറിയുന്ന ഒരാൾ എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നന്നായി സിനിമ ആസ്വദിക്കുന്ന ആൾ എൻ്റെ സംവിധായകൻ അനുറാമാണ്. അത് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ചല്ല പറയുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങൾ രാവിലെ 4 മണിക്കൊക്കെ ഫാൻ ഷോസ് വന്നാൽ ആ 4 മണിക്ക് പോയി ആദ്യത്തെ സിനിമ കാണുകയും അന്ന് അത് പക്ഷെ ഒരു വലിയ സിനിമയായിരിക്കാം. അതിനുശേഷം 11 മണിക്കോ 12 മണിക്കോ അന്നിറങ്ങിയ മറ്റ് ഇപ്പം നമ്മൾ പറയുന്ന ചെറിയ സിനിമ കാണാൻ, അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാക്സിമം വെള്ളിയാഴ്ച രാത്രി കൊണ്ട് 4-5 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 5 സിനിമകൾ കാണുന്ന ഒരു സിനിമ ആസ്വാദകൻ ആണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ് ഞാൻ ഈ സിനിമയോട് കാണുന്ന അപ്രോച്ച്. അപ്പോൾ സിനിമയെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്, അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. നന്നായിട്ട് ഈ സിനിമയുടെ കഥ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് ശ്രമിച്ചതാണ് പല പ്രൊഡ്യൂസേഴ്സുമായിട്ടും, പക്ഷെ അത് വർക്കായില്ല. അവൻ്റെ കയ്യിലുള്ളതും അവൻ കൂട്ടിവെച്ചതും ചിലയിടത്തുനിന്നൊക്കെ മേടിച്ചതും ഒക്കെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സോ അതിൻ്റെ എന്തെങ്കിലും ദാക്ഷിണ്യങ്ങളോ ഈ സിനിമയോട് നമുക്ക് ആവശ്യമുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. നല്ല മനസ്സോടുകൂടി ഈ സിനിമ കാണുമോ, നിങ്ങൾ അത്യാവശ്യം ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ സിനിമ കണ്ടതാണ്. സാധാരണ നമ്മൾ പ്രൊമോഷൻസിൽ വന്നിരുന്ന പ്രതീക്ഷയോടുകൂടി നമ്മളും കാണാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസോ പറഞ്ഞു കേട്ടതോ ഡബ് ചെയ്തപ്പോൾ കണ്ടതൊക്കെ വെച്ചിട്ടാണ്. ഈ സിനിമ ഒരു മാന്യമായ സിനിമയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് നോക്കാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.